എന്നെപ്പോലെ കൊച്ചു കൃഷി ചെയ്യുന്നവർക്കൊക്കെ അറിയാം, വള്ളി ഉള്ള സാധനങ്ങൾ, അതായത് സാലഡ്, കുക്കുംബർ, പയർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കയറ്റി വിടണമെങ്കിൽ നമുക്ക് പന്തൽ വേണം. ആ പന്തലിലേക്ക് കയറ്റി വിടണം, പിന്നെ അതിനെ കയറ് കെട്ടിക്കൊടുക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാം. എന്നിട്ടോ ഇതൊന്നും താഴെ പോകാതെ അവരെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് ഇടയ്ക്ക് ഓരോ കമ്പോ കയറോ ഒക്കെ ചെയ്തു കൊടുക്കണം. പക്ഷേ ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് ഈ ഒറ്റ ഓല കൊണ്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസമേ നമ്മുടെ ഇവിടെ തേങ്ങ ഇട്ടു. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയതല്ല ഈ ഉണക്ക ഓലകളാണ്. പച്ചയായിരുന്നെങ്കിൽ നമുക്ക് ചൂലുണ്ടാക്കാനായിട്ട് കിർക്കലിയൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ഈ ഉണക്ക ഓലകളും നമ്മൾ ഉപയോഗിക്കും. ഇത് നമ്മൾ വെറുതെ കളയില്ല. ആദ്യമേ തന്നെ നമ്മുടെ ഈ ഓലമടലുണ്ടല്ലോ, അതിൻ്റെ അറ്റം അങ്ങോട്ട് നമുക്ക് മുറിച്ച് കളയാം. കാരണം ഇവിടെയാണ് നമ്മൾ ഇവരെ കുത്തി നിർത്തേണ്ടത്. നല്ല മൂർച്ചയുള്ള ഒരു വെട്ടരുവാണെങ്കിൽ ഇതൊക്കെ ഈസി ആയിട്ട് നടക്കും. അപ്പോളേ ഈ മുറിക്കുന്ന പോർഷനെ നമ്മളൊന്ന് കൂർപ്പിച്ചെടുക്കണം. സോ ഇങ്ങനെ കൂർപ്പിച്ചു. അപ്പം നമുക്ക് ഇതിനെ മണ്ണിലോട്ട് കുത്തി നിർത്താൻ എളുപ്പമായി. ഇനി നമുക്ക് ഓല റെഡിയാക്കാം. ഇങ്ങനൊരു തടിക്കഷ്ണം എടുക്കുക. ഞങ്ങളിതിന് മുട്ടി എന്ന് പറയും. ഇതിൻ്റെ മുകളിലോട്ടേ നമ്മുടെ ഓല അങ്ങ് വെക്കുക. എന്നിട്ട് ആ മടലിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരം വിട്ടിട്ട് അങ്ങ് മുറിച്ച് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ഏരിയ കൂടെ ഫുള്ളായിട്ട് ഇങ്ങനെ മുറിച്ച് മാറ്റുക. അങ്ങനെ നമ്മുടെ ഓലമടലിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് മുറിച്ചു. ഇനി അടുത്ത സൈഡൂടെ ഇതുപോലെ തന്നെ നമുക്ക് മുറിച്ച് കളയാം. അങ്ങനെ നമ്മുടെ മടലിനെ നമ്മൾ ഇങ്ങനെയാക്കി. ഇങ്ങനെ ഈ സൈഡ് മുഴുവൻ നമ്മൾ മുറിച്ച് കളഞ്ഞു, ഈ സൈഡും മുറിച്ചു. പക്ഷേ ഈ ഏരിയ നമ്മൾ തൊട്ടിട്ടില്ല. ഇനി ഇതും കൂടെ നമുക്ക് ഒന്ന് മോഡിഫൈ ചെയ്യണം. അങ്ങനെ നമ്മുടെ മടൽ ഇങ്ങനെയായി. ഇതാണ് നമ്മുടെ മടലിൻ്റെ അവസ്ഥ. അറ്റമൊക്കെ കൂർപ്പിച്ചു. ഇത്രയും ഓലകൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അടുത്തതായിട്ടേ ഈ കുതിരവാല് പോലെ നിൽക്കുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, ഇത് നമുക്കങ്ങ് മുറിച്ച് കളയാം. അല്ലെങ്കിൽ ഇതിങ്ങനെ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കും. മടൽ ഇങ്ങനെയായി. ഇനി ഇതുകൂടെ അങ്ങ് കളഞ്ഞേക്കാം. സോ ഇതാണ് നമ്മുടെ മടലിൻ്റെ ഫൈനൽ അവസ്ഥ. ഇനി നമുക്കിതിനെ നല്ലൊരു തൂണാക്കി നമ്മുടെ പയറുകൾക്കും സാലഡ് കുക്കുംബറിനും ഒക്കെ കയറി പോകാനൊരു സ്ഥലം, ഒരു വഴി ഒക്കെ ആക്കി കൊടുക്കാം. ഇത്ര ഏരിയ അവർക്ക് കിട്ടുകയാണ് പടർന്ന് പന്തലിച്ച് കയറാനായിട്ട്. ഇപ്രാവശ്യമേ ഞാൻ സാലഡ് കുക്കുംബർ നട്ടിരിക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ ഈ ലൗലോലി മരത്തിലേക്കാണ് കയറ്റി വിട്ടിരിക്കുന്നത്. കുറച്ച് കമ്പും കയറും ഒക്കെ കൊടുത്ത് ഇവരെ ഇങ്ങനെ ഈ ലൗലോലി മരത്തിലേക്ക് വഴി കാണിച്ച് വിട്ടിരിക്കുക. പക്ഷേ പലരും ഇവർ അനാഥരായിട്ട് താഴെ കിടപ്പുണ്ട്. ഇവരെയൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമ്മുടെ ഓലക്കാലിനെ മണ്ണിലേക്കങ്ങ് കുത്തി നാട്ടുക. ഇന്നലെ ഇവിടെയൊക്കെ ഒരു മഴ പെയ്തിരുന്നു, അതുകൊണ്ട് മണ്ണ് കുറച്ച് നനഞ്ഞാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ ഓലമടലിനെ മണ്ണിൽ കുത്തി നിർത്തി ഇങ്ങനെ ഉറപ്പിച്ച് നമ്മുടെ ഈ ലൗലോലി മരത്തിലേക്ക് ചാരി വെച്ചിരിക്കുകയാണ്. ഇവിടെ കുറേ പേരെ വഴി തെറ്റിയും കൂട്ടം തെറ്റിയും വഴി അറിയാതെയൊക്കെ ഇങ്ങനെ കൺഫ്യൂസ്ഡായിട്ട് നിൽപ്പുണ്ട്. അപ്പം നമുക്ക് ഇവരെ എല്ലാം പിടിച്ച് ഒന്നിച്ചാക്കാം. നമുക്ക് ഇങ്ങോട്ട് ഇവരെയൊക്കെ ഒന്ന് കയറ്റി വിടാം. ഇങ്ങനെ എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഇവർക്ക് ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ഇതിനിടയ്ക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇവരിങ്ങനെ കിടക്കും. ഇതിനിടയ്ക്ക് കൂടി എല്ലാം ഇവരുടെ ഈ ക്ലൈംബേഴ്സിൻ്റെ ഇത് പിടിച്ചങ്ങ് പൊയ്ക്കോളും. ഇങ്ങനെയും ചെയ്യാം. ഇനിയും കൊണ്ട് പണി. നമ്മൾ ഈ ഓല ഇങ്ങനെ ഒന്ന് കീറുക. അതിനുശേഷം ഈ ഓല കൂടെ കീറുക. ഇങ്ങനെ അങ്ങ് കെട്ടിക്കൊടുക്കുക. അപ്പം ഇവർ ഡബിൾ സ്ട്രോങ് ആയി. ഇനി ഇവർ താഴേക്ക് പോകത്തേയില്ല.
ഈ ഓലയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കയറ്റി വിട്ടു. അതിൻ്റെ കൂടെ നമ്മളൊരു കെട്ടും കൂടെ കെട്ടിക്കൊടുത്തു. ഇനി ധൈര്യമായിട്ട് ഇവർക്ക് മുകളിലോട്ട് പോകാം. ഇനിയും പലരും ഉണ്ട്, നമുക്ക് അവരെ കൂടെ ഇതിൻ്റെ കൂടെ ആക്കാം. ഇവിടെ 3 പേരുണ്ട്, 1 2 3. അപ്പം നമുക്ക് ഇവരെ ഓരോരുത്തരെയായിട്ട് നമുക്ക് കയറ്റിവിടാം. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. ഇനി നമുക്ക് ഈ ഓലയങ്ങ് കീറുക. ഓപ്പോസിറ്റ് സൈഡിൽ ഓല കൂടെ കീറുക. എന്നിട്ട് അങ്ങോട്ട് കെട്ടിക്കൊടുക്കുക. ഇവരിനി താഴോട്ട് പോകത്തേയില്ല, ഇങ്ങനെ മുകളിലോട്ട് പോയിക്കോളും. അടുത്ത ആളുണ്ട്. ഇവിടുന്നേ നമ്മളിവരെ ലോക്ക് ചെയ്താണ് കയറ്റിവിടുക. സോ അടുത്ത ആളെ നമ്മൾ ലോക്ക് ചെയ്ത് ഇനി ഇവിടുന്ന് കൂടെ ഒന്ന് ലോക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ വരെ എത്തി. നമുക്കിവിടെ ഇങ്ങനെ ഒരു ഓല എടുക്കുക, അത് കീറുക. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അടുത്ത ഓല എടുക്കുക, കീറുക. എന്നിട്ട് ഇതങ്ങ് കെട്ടിക്കൊടുക്കുക. മറ്റേ ആൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. അടുത്തയാൾ ഇവിടെ നമുക്ക് കെട്ടിക്കൂടെ കൊടുക്കാം. ഇങ്ങനെ എത്ര ക്ലൈംബേഴ്സിനെ വേണേലും നമുക്കിങ്ങനെ ഒരൊറ്റ ഓലമടലിൽ കയറ്റിവിടാം. ചെറുതിലേ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിൻ്റെ മുകളിലോട്ട് കയറിപ്പോക്കോളും. നമ്മുടെ ഓലമടലിൻ്റെ ഫുൾ ഏരിയ നമ്മുടെ ക്ലൈംബേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സോ ഇങ്ങനെ നമുക്ക് അവരെ കയറ്റിവിടാം, അവരെ ഹോൾഡ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ അവർക്ക് നല്ലൊരു വഴി ഒരുക്കി കൊടുക്കാം. നല്ല വെയിലുള്ള ഏരിയയാണ്. അപ്പോൾ എൻ്റെ സാലഡ് കുക്കുമ്പർ നല്ലപോലെ കഴിച്ചോളൂ. സോ ഉണങ്ങിയ ഓലമടലുണ്ടോ, കളയല്ലേ, നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഏത് കയറിപ്പോകുന്ന ക്രീപ്പേഴ്സ്, ക്ലൈംബേഴ്സ് അങ്ങനെയൊക്കെയുള്ള എല്ലാ ചെടികളെയും നമുക്ക് ഇങ്ങനെ കയറ്റിവിടാം. സോ മറക്കണ്ട, ഓലമടലൊന്നും കളയണ്ട. നമ്മുടെ ഈ പയറുകളെ കൂടെ നമുക്ക് ഓലയിൽ കയറ്റിവിടാം. അതിനായിട്ട് ആദ്യമേ നമുക്ക് ഓല ഇങ്ങനെ മുറിച്ച് കൊണ്ടുവന്നത് ഇവിടെ കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യമേ ഒരു പയറിനെ ഇങ്ങോട്ട് വെച്ചു. ഇവിടുന്ന് ഓല കീറുക. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഓല കീറുക. എന്നിട്ട് 2 സൈഡിൽ നിന്നുള്ള ഓല എടുത്ത് ഇങ്ങനെ അങ്ങ് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇവരിവിടെ സ്റ്റഡി ആയിട്ട് നിന്നോളൂ. അങ്ങനെ ഇവരെ ഇവിടെ സ്റ്റഡി ആയിട്ട് കെട്ടിക്കൊടുത്തു. അപ്പോൾ ഇവരിനി ഇങ്ങനെ കയറിപ്പോക്കോളും. അപ്പം നമുക്കിനി കയറിൻ്റെ ആവശ്യമില്ല, കമ്പിൻ്റെ ആവശ്യമില്ല, ടാഗിൻ്റെ ആവശ്യമില്ല. എല്ലാം നമ്മൾ ഈ ഒരൊറ്റ ഓല കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഈ പന്തലിലേക്ക് ഇവർക്ക് കയറിപ്പോകാൻ ഇതിൽ കൂടുതൽ ബെസ്റ്റ് സാധനം എന്താ വേണ്ടേ?